Dear students, in the last class of legal environment for cooperatives, we discussed about the basics of cooperation. What is cooperation? What is the meaning of cooperation? Then what are the features of cooperatives, cooperative entities? Then what do you mean by the cooperative legislation and what are the features of cooperative legislation? Then അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ്. സോ അതിലൊന്നായിരുന്നു ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു കോപ്പറേഷൻ എന്ന് പറയുന്നത്. സോ വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള സക്സസ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആയിരുന്നു റോക്ക്ഡെയിൽ പൈനീസിൻ്റെ റോക്ക്ഡെയിൽ സൊസൈറ്റി. സോ റോക്ക്ഡെയിൽ പൈനീസ് ആരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അവരുടെ പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. റോക്ക്ഡെയിൽ സൊസൈറ്റി അവരത് ഏറ്റവും ആദ്യമായിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് പ്രസ്ഥാനമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ വേൾഡിന്റെ ഒരു ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ് എടുത്തു കാണിച്ചത്, റോക്ക്ഡെയിൽ പൈനീസ്. ഇനി അതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോൾ, ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ലെജിസ്ലേഷൻസ്, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളുമായിട്ട്, സഹകരണ പ്രസ്ഥാനങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലെജിസ്ലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയമവ്യവസ്ഥ എടുക്കുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കുകയാണ്. ആക്ച്വലി ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ഈസ് മോർ ദാൻ 100 years ഓഫ് ഓൾഡ്. 100 വർഷത്തിലധികം പഴക്കമുള്ളതാണ്, അല്ലെങ്കിൽ അത്രയും കാലം മുന്നേ ഉണ്ടായിട്ടുള്ളതാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പഴക്കമുള്ളതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇവൻസിനെയാണ് നമ്മളിവിടെ ബ്രീഫ്ലി റീക്യാപ്ചർ ചെയ്യണത്, മേജർ ഇവൻസിനെ. ഫോർമലായിട്ട് അല്ലെങ്കിൽ ഒരു ഫോർമൽ കോപ്പറേറ്റീവ് സ്ട്രക്ചർ വരുന്നതിലും ഒരുപാട് മുന്നേ തന്നെ ഇൻഫോർമൽ ആയിട്ട് അവിടെ ഒരുപാട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകൾ നടന്നിരുന്നു. ആ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പ്രാക്ടീസിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസുകളും ഒരുപാട് ഇന്ത്യയുടെ സെവറൽ പാർട്സിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, അവരവരുടെ റിസോഴ്സസ് ഒക്കെ പുള്ളിങ് ടുഗദർ ഒന്നിച്ചു കൊണ്ടുവരുന്നു. ദെൻ ആ മെമ്പേഴ്സിൻ്റെ തന്നെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഫുഡ് ഗ്രെയിൻസ് സംഭരിച്ചു വെക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ. ആ ഒരു റിസോഴ്സസ് ഒക്കെ എല്ലാ മെമ്പേഴ്സും ഒന്നിച്ചു കൊണ്ടുവന്ന് കൂളിംഗ് ടുഗദർ ആർക്കാണോ ആവശ്യമായിട്ടുള്ളത്, മെമ്പേഴ്സിൽ ആർക്കാണോ ആവശ്യമായിട്ടുള്ളത്, നീഡി മെമ്പേഴ്സ് ആരാണ് ആ ഗ്രൂപ്പിലെ, അവർക്ക് അത് കൊടുക്കുക. അങ്ങനെയായിരുന്നു ആ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള കോപ്പറേറ്റീവ്സിൻ്റെ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ കൂടി ക്യാഷ് കളക്ട് ചെയ്യും. ഓരോ മെമ്പറും ഇപ്പോൾ 10 ആളുകൾ ഉണ്ടെങ്കിൽ 10 ആളും ചെറിയ ചെറിയ എമൗണ്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. ദെൻ ആ ഗ്രൂപ്പിൽ ഏത് മെമ്പറിനാണോ പൈസ ആവശ്യമായിട്ട് വരുന്നത്, പൈസയ്ക്ക് അത്യാവശ്യം വരുന്നത്, എമർജൻസീസ് വരണത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് അവർക്കത് ലെൻഡ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫോർമൽ കോപ്പറേറ്റീവ് സ്ട്രക്ചർ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വരുന്നതിനും ഒരുപാട് കാലം മുന്നേ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ ഇന്ത്യയിൽ നടന്നിരുന്നു. ഇപ്പം നമ്മൾ പറയാറുണ്ട് കുറി അല്ലെങ്കിൽ ചിട്ടീസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതൊക്കെ എമർജ് ചെയ്തിട്ടുള്ളത് ആ ഒരു പീരീഡിൽ നിന്നാണ്. സോ മദ്രാസ് പ്രസിഡൻസി ആ ഒരു ഏരിയയിലൊക്കെ ചിറ്റ് ഫണ്ട്സുകൾ ഇതേപോലെ ഗ്രൂപ്പായി ചേർന്ന് നീഡി മെമ്പേഴ്സിന് ലെൻഡ് ചെയ്യുന്ന രീതിയിൽ ചിറ്റ് ഫണ്ട്സ് ഉണ്ടായിരുന്നു. ട്രാവൻകൂർ ഏരിയയിൽ അതിനെ കുറീസ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കൊൽഹാപൂർ ഏരിയയിലൊക്കെ ബിഷീസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇൻഫോർമൽ കോപ്പറേറ്റീവ് ആക്ട്സ് അല്ലെങ്കിൽ പ്രാക്ടീസസ് ഒക്കെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഫാർമേഴ്സ് ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു ബണ്ട്, അതായത് തടയണയൊക്കെ ഫോർമേറ്റ് ചെയ്തു, തടയണയൊക്കെ കെട്ടി ദെൻ അവർ വെള്ളമൊക്കെ വാട്ടർ അവിടെ ശേഖരിച്ച് വാട്ടറൊക്കെ സംഭരിച്ചു വെച്ച് അത് ഇക്വിറ്റബിൾ ആയിട്ട് മെമ്പേഴ്സ് എന്ന് പറയുന്നത് മറ്റ് കർഷകരാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലെ കർഷകർക്കൊക്കെ എന്ത് ചെയ്യുക, ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. സോ പിന്നെ അതുപോലെ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് കൊയ്ത്ത് കാലത്തൊക്കെ ഒരേപോലെ ഈ ഒരു ഗ്രൂപ്പ് ഒന്നിച്ചു നിന്ന് ആക്ട് ചെയ്തിരുന്നു. ദെൻ അവരുടെ ഇപ്പം എന്താണ്, ഇപ്പം ഗോതമ്പാണ് അല്ലെങ്കിൽ നെല്ലാണ്, ഈവൻ എന്താണ് അവരുടെ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് അത് മാർക്കറ്റിൽ എത്തിക്കാൻ ഒന്നിച്ച് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഏർപ്പെടുത്തിയിരുന്നു. അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു.
അതിനെ കൊൽഹാപ്പൂരിൽ വിളിച്ചിരുന്നത് ഫാഡ്സ് എന്നുള്ളതായിരുന്നു. ഇനി ഇതേപോലെ ജോയിൻ്റ്ലി ഭൂമി, അതായത് ലാൻഡ് എടുത്തിട്ട് അതിൽ കൾട്ടിവേഷൻസ്, കൃഷികൾ നടത്തിയിരുന്ന ആളുകൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഇതേപോലെ ഒന്നിച്ചു ചേർന്ന് ഭൂമി എടുക്കും. അതിലെല്ലാവരും കൂടി ചേർന്നിട്ട് വളരെ നല്ല രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്യും. സോ അത്തരം ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റീനെ ലാനാസ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായത്. ദെൻ പിന്നീട് ഇപ്പം ഇതൊക്കെ നമ്മൾ പറയണത് എന്താ, ഇൻഫോർമൽ ആയിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെജിസ്ലേഷൻ്റെ ഒരു ബാക്കിംഗ് ഇല്ലാതെ, ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതില്ലാതെ പ്രവർത്തിച്ചിരുന്ന കുറച്ച് ഗ്രൂപ്പ്സ് ആണ്. പക്ഷെ ഇവിടെയെല്ലാം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കോർപ്പറേഷൻ തന്നെയായിരുന്നു. പക്ഷെ അതിന് എന്തുണ്ടായിരുന്നില്ല, ഒരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു ലോയുടെ ബാക്കിംഗ് ഉണ്ടായിരുന്നില്ല. ദെൻ 1858 ആദ്യമായിട്ട് ഒരു അഗ്രികൾച്ചറൽ ബാങ്ക്, അതായത് കർഷകർക്ക് കാർഷികാവശ്യങ്ങൾക്ക് വായ്പ ലഭിക്കുന്ന രീതിയിൽ ഒരു അഗ്രികൾച്ചറൽ ബാങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രപ്പോസൽ, ഒരു ആശയം മിസ്റ്റർ വില്യം അഹമ്മദ് നഗറിലെ ഡിസ്ട്രിക്ട് ജഡ്ജായിരുന്ന മിസ്റ്റർ വില്യം എന്ത് ചെയ്തു, അദ്ദേഹം ആ ഒരു ആശയം കൊണ്ടുവന്നു 1858. ദെൻ പിന്നീട് ആ ഒരു സെയിം പ്രപ്പോസൽ അദ്ദേഹം 1881 മുന്നോട്ട് വെച്ചു. പക്ഷേ MG റാനാഡ് ജസ്റ്റിസ് ആയിരുന്ന ആ ഒരു കമ്മിറ്റി ആ ഒരു പ്രപ്പോസൽ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ ആ ഒരു പ്രപ്പോസൽ എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. ഇങ്ങനെ ഒരു അഗ്രികൾച്ചറൽ ബാങ്ക് വേണം ഫാർമേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാർഷിക ആവശ്യങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ഫാർമേഴ്സിൻ്റെ ഡെറ്റ്സ്, കടബാധ്യതകളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, ഓവർകം ചെയ്യാൻ വേണ്ടി അഗ്രികൾച്ചറൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ മിസ്റ്റർ വില്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ MG റാനാഡ് ജസ്റ്റിസ് ആയിരുന്ന ആ ഒരു കമ്മിറ്റി എന്ത് ചെയ്തു, അവർ റിജക്ട് ചെയ്തു. അങ്ങനെയായിരുന്നു തുടക്കം. കോർപ്പറേഷൻ ഒരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു നിയമത്തിലേക്ക് ഇങ്ങനെ വരണ ഒരു വഴിയാണ് നമ്മൾ പറയണത്. ദെൻ പിന്നീട് 1883 ആദ്യമായിട്ട് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് വന്നു. ദെൻ 1884 അഗ്രികൾച്ചറലിസ്റ്റ് ലോൺസ് ആക്ട് വന്നു. അത് ഈ പറഞ്ഞ പോലെ ഫാർമേഴ്സിന്, സാധാരണ ജനങ്ങൾക്ക്, കർഷകർക്ക് അവരുടെ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് അവരുടെ കടബാധ്യതകൾ, അവരുടെ ഡെറ്റ്സ് റിലേറ്റഡ് കോംപ്ലക്സ് ഇഷ്യൂസിനെയൊക്കെ, പ്രോബ്ലംസിനെയൊക്കെ ഓവർകം ചെയ്യാനായിരുന്നു ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ടും അഗ്രികൾച്ചറലിസ്റ്റ് ലോൺസ് ആക്ടും കൊണ്ടുവന്നിട്ടുണ്ടായത്. ദെൻ 1892 മാർച്ചിൽ മിസ്റ്റർ ഫ്രെഡറിക് നിക്കോൾസൺ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഗവർണറായിരുന്നു, മദ്രാസ് പ്രസിഡൻസിയിലെ ഗവർണറായിരുന്നു മിസ്റ്റർ ഫ്രെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്നത്. അദ്ദേഹം 1892 മാർച്ചിൽ ഒരു ന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഓർ അതർ ലാൻഡ് ബാങ്ക്സ്, കാർഷിക ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഭൂമി അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാങ്ക്, അത്തരത്തിലൊരു സിസ്റ്റമാണ് കൊണ്ടുവന്നത്. ദെൻ കൊണ്ടുവരിക ഇൻ ദ സെൻസ് അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്തു, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി റിസർച്ച് ചെയ്ത് 1895 1897 2 വോള്യൂംസ് ആയിട്ട് ഒരു റിപ്പോർട്ട് അദ്ദേഹം സബ്മിറ്റ് ചെയ്തു. ദെൻ പിന്നീട് 1901 ദ ഫെമിൻ കമ്മീഷൻ റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂറൽ അഗ്രികൾച്ചറൽ ബാങ്ക്സ്. അതായത് 1892 മിസ്റ്റർ ഫ്രെഡറിക് നിക്കോൾസൺ, അതായത് മദ്രാസ് പ്രസിഡൻസി ഗവർണർ, അദ്ദേഹം റിസർച്ച് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ അതർ ലാൻഡ് ബാങ്ക്സിനെ കുറിച്ച് അദ്ദേഹം റിസർച്ച് ചെയ്തു. 1895 1897 അദ്ദേഹം അതിൻ്റെ റിപ്പോർട്ടുകളും സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത്, ആ റിപ്പോർട്ടിനെ ആധാരമാക്കിയിട്ട് 1901 റൂറൽ അഗ്രികൾച്ചറൽ ബാങ്ക്സ് എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ദെൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പിന്നീട് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി. അതായത് വളരെ മിനിമം ഇന്ത്യനിലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ
ഫോർമലായിട്ട് ഒരു കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാകുന്നതിന് വളരെ മുന്നേ തന്നെ ഇൻഫോർമലായിട്ട് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രാക്ടീസിലുണ്ടായിരുന്നു. ആളുകൾ ഗ്രൂപ്പായി അവരുടെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ കൊണ്ടുവന്ന് അത് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുക, ചെറിയ ചെറിയ എമൗണ്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് നീഡി മെമ്പേഴ്സിന് ലെൻഡ് ചെയ്യുക. അതിന് പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ മദ്രാസിൽ ചിറ്റ്സ് ഫണ്ട്സ് എന്നായിരുന്നു, ട്രാവൻകൂറിൽ കുറീസ് എന്നായിരുന്നു. അപ്പം അത്തരത്തിൽ പല പേരുകൾ പറഞ്ഞു. ദെൻ കൊൽഹാപൂരിൽ ഫഡ്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടായിരുന്നു, അതായത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കോപ്പറേഷൻ ഉണ്ടായിരുന്നു, കോപ്പറേറ്റീവ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തിരുന്നത്, ഫാർമേഴ്സ് ഗ്രൂപ്പ് ആയിരുന്നു. അവർ വാട്ടറൊക്കെ ജലമൊക്കെ സംഭരിച്ചു വെച്ച് ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ദെൻ കൊയ്ത്ത് ഹാർവെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ മാർക്കറ്റിൽ എത്തിക്കാൻ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചു. ദെൻ ലാനാസ് ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തിരുന്നത്, അവർ ലാൻഡ് ഭൂമി ഒന്നിച്ചെടുത്ത് അതിൽ ജോയിൻ്റ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുക, കൃഷി ചെയ്യുമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ലെജിസ്ലേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പീരീഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ മിനിമം കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യൻ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസിൻ്റെ ഹിസ്റ്ററി മുഴുവനായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയെന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.